ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ബയോളജി 10ാം ക്ലാസ്സിൻ്റെ മലയാളം മീഡിയം ആദ്യ ചാപ്റ്ററാണ്. അതിലാദ്യം നമ്മൾ DNA സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടായി. ഇനി നമ്മൾ നോക്കുന്നത് DNA വലിപ്പമാണ്. ഓരോ ക്രോമസോമിലെയും DNAക്ക് ഏകദേശം 2 ഇഞ്ച്, ഏകദേശം 5 സെൻറ്റിമീറ്ററോളം നീളം കാണും. അങ്ങനെ മനുഷ്യ ശരീരത്തിലെ 46 ക്രോമസോമുകളിലെയും കൂടെ DNA ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോമുകളാണല്ലോ ഉണ്ടാവുക. ഏകദേശം 6 അടി നീളം വരുന്ന DNA കാണാൻ പറ്റും. 2 മീറ്ററോളം കാണും. മനുഷ്യ ശരീരം ട്രില്യൺ കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. ഓരോ കോശത്തിലെയും DNA കൂട്ടിയോജിപ്പിച്ചാൽ ഏകദേശം 67 ബില്യൺ 100 കോടി മൈൽ എത്ര നീളം വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ഒരു മാജിക്കാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഇത്രയും ഇതുള്ള കാര്യത്തെ DNA ഇങ്ങനെ കോമ്പാക്റ്റായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഇത്രയും വലിയ DNA കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ നമ്മളും നോക്കിയത്. അപ്പോൾ നമ്മളതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് ക്രോമസോം എന്ന് നോക്കാം. DNAയും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. അതായത് DNAയിൽ ഒരു ക്രോമസോമിനകത്ത് ഒരു DNAയും ഹിസ്റ്റോൺ പ്രോട്ടീനുകളുമാണ് ഉള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവുന്നു. ഇങ്ങനെ 1 2 3 4 5 6 7 8 ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഈ ഒക്ടാമറിനെ DNA വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണല്ലോ ഒരു DNA, ഒരു ചുറ്റുകോണി മാതൃകയിൽ DNA ഇങ്ങനെ പോവാണ്. ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീന് ഹിസ്റ്റോൺ ഒക്ടാമറായിട്ട് 8 എണ്ണമുള്ള ഹിസ്റ്റോൺ ഒക്ടാമറായിട്ട് മാറും. അതിനെ വലയം വെക്കുന്ന DNA ഇതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വലയം വെച്ചിട്ടാണ് ഈ ന്യൂക്ലിയോസോം എന്നുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാകുന്നത്. നമ്മളിവിടെ ന്യൂക്ലിയോസോം എന്നുള്ള സ്ട്രക്ചറിനെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ന്യൂക്ലിയോസോം എന്നുള്ള സ്ട്രക്ചർ എവിടെയാണ്? ഈ കാണുന്നതാണ് ന്യൂക്ലിയോസോം. ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇത് ഹിസ്റ്റോൺ പ്രോട്ടീന്, ഇത് DNA. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. അതായത് ഇതാണ് ഒരു ക്രോമസോം. ഇവിടെ ഒരു സെൻട്രോമിയർ ഉണ്ട്. 2 ക്രോമാറ്റിഡുകൾ, ഇതൊരു ക്രോമാറ്റിഡ്, ഇതൊരു ക്രോമാറ്റിഡ്. 2 ക്രോമാറ്റിഡുകളെ സെൻട്രോമിയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള സ്ട്രക്ചറാണ്, അതായത് ഈ ഓരോ ഇഴകളിലുമുള്ള സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ നേരത്തെ നോക്കി ഇങ്ങനെയാണ് കാണപ്പെടുക. അപ്പോൾ മനസ്സിലായല്ലോ. ഓരോ സ്പീഷീസിലും നിശ്ചിത എണ്ണം ക്രോമസോമുകളാണ് ഉള്ളത്. മനുഷ്യരിൽ എത്ര ക്രോമസോമുകളാണ് ഉള്ളത്? നമ്മൾ നേരത്തെ 46 പറഞ്ഞു. 23 പെയർ, 46 23 പെയർ. അവ എപ്രകാരമാണ് കാണപ്പെടുന്നത് എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകൾ എന്നുള്ളതിൻ്റെ ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2 തരം ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. സ്വരൂപ ക്രോമസോമുകൾ, സൊമാറ്റിക് ക്രോമസോം, പിന്നെ ലിംഗനിർണയ ക്രോമസോമുകൾ, സെക്സ് ക്രോമസോം. അതിൽ നിന്ന് എന്താണ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രൂപം തരുന്ന, നമ്മുടെ കാഴ്ചയ്ക്കുള്ളതും നമ്മുടെ സ്വഭാവത്തിലുള്ളതുമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളുമുണ്ട്. നമ്മുടെ ലിംഗം നിർണ്ണയിക്കുന്ന, ആണാവണോ പെണ്ണാവണോ എന്നുള്ള നിർണ്ണയിക്കുന്ന ക്രോമസോമുകളുമുണ്ട്. അപ്പോൾ സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണിവ. 22 ജോഡിയാണ് ഉള്ളത്. ടോട്ടൽ എത്രയാണ്? 23 പെയറല്ലേ ഉള്ളത്. അതിൽ 22 പെയർ എന്താണ്? സ്വരൂപ ക്രോമസോമുകളാണ്. ബാക്കി എത്രയാണുള്ളത്? 1 പെയറാണ് ലിംഗനിർണയ ക്രോമസോമുകളുള്ളത്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ. സ്വരൂപ ക്രോമസോം അല്ല കേട്ടോ, ഇത് സമരൂപ ക്രോമസോമുകൾ. അതായത് ഒരുപോലത്തെ 2 ക്രോമസോമുകൾ ചേരുമ്പോൾ അതിനെ
സമരൂപ ക്രോമസോമുകൾ എന്നറിയപ്പെട്ടു. ഇവയിലൊന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ആയിരിക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഇനി ലിംഗനിർണ്ണയ ക്രോമസോമുകൾ. ലിംഗനിർണ്ണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ. ഇവ എക്സ് എന്നുള്ള ക്രോമസോമുകളും വൈ എന്നുള്ള ക്രോമസോമുകളും ഉണ്ട്. വൈ ക്രോമസോമും എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. വൈ ആണ് ചെറുത്. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. അതായത് വൈ ക്രോമസോം ഉണ്ടെങ്കിൽ അതാരായിരിക്കും? ഒരു മെയിലായിരിക്കും, ഒരു പുരുഷനായിരിക്കും. XX XY ഇങ്ങനെയുള്ള 2 കാറ്റഗറിയാണ്. XX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 കാറ്റഗറി ഉണ്ട്. YY ഇവിടെ പറയാം. XX XY YY ഇത് രണ്ടും ആണെങ്കിൽ എന്താണ്? മെയിലാണ്. കാരണം ഇവിടെ വൈ ഉണ്ട്. ഇതിലൊരു SRY ജീനുണ്ട് വൈ ക്രോമസോമുകളിൽ നിന്ന്. അതുകൊണ്ട് ഈ ടെസ്റ്റിസ് വൃഷണങ്ങൾ ഉണ്ടാവും. അത് സ്ത്രീകൾക്കില്ല. ഇത് XX എന്ന് പറയുന്നത് എന്താവും? ഫീമെയിലായിരിക്കും, സ്ത്രീ ആയിരിക്കും. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഹോമോലോഗസ് ക്രോമസോമുകൾ 22 പേർ ഹോമോലോഗസ് സമരൂപ ക്രോമസോമുകൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെയർ XY ഓർ XX YY എന്നുള്ളതില്ല കേട്ടോ. XSഉം XXഉം XYയും ആണുള്ളത്. XX ആണെങ്കിൽ സ്ത്രീ ആയിരിക്കാം, XY ആണെങ്കിൽ പുരുഷനായിരിക്കാം. ഇനി നമ്മളിവിടെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനിതഘടന നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചല്ലോ. ഇനി പട്ടിക നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. എങ്ങനെയാണ്? ആകെ ക്രോമസോമുകളുടെ എണ്ണം വെച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഒരു സ്ത്രീ ആവണം എന്നുള്ളത്, ഫീമെയിൽ ആവണം എന്നുണ്ടെങ്കിലുള്ള സ്ട്രക്ചർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 44 ക്രോമസോം കാണും. അത് ടോട്ടൽ 46ആണ്. 23 പെയറാണ്. അതിൽ 44 എണ്ണവും എന്തായിരിക്കും? സ്വരൂപ ക്രോമസോമുകളായിരിക്കും. ഒരു പെയർ സെക്സ് ക്രോമസോമും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു പുരുഷനാവണം എന്നുണ്ടെങ്കിൽ 44 പെയർ ഓഫ് സ്വരൂപ ക്രോമസോമും XY ക്രോമസോം ലിംഗനിർണ്ണയ ക്രോമസോമും കാണപ്പെടും. ഇനി നമുക്ക് ഈ ബോക്സ് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ജനിതക ഘടന ഒരു സ്ത്രീയിൽ ആകെ ക്രോമസോമുകളുടെ എണ്ണം എത്രയായിരിക്കും? 46. പുരുഷനിലോ 46. സമരൂപ ക്രോമസോമുകൾ എത്ര എണ്ണയായിരിക്കും? സ്ത്രീകളിൽ 44, പുരുഷന്മാരിലും 44. ലിംഗനിർണ്ണയ ക്രോമസോമുകൾ എത്രയായിരിക്കും? 2. ഇതും 2. ഇതിൽ XX ആവാം, ഇത് XYയും ആവാം. ഇതാണ് വ്യത്യാസം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.